ആസിഡ്, ബേസസ് ആൻഡ് സോൾട്ട് എന്ന ലെസണിൻ്റെ 4th വീഡിയോ സെഷനാണ്. നെക്സ്റ്റ് ടോപ്പിക് ആൽക്കലി. ആൽക്കലി ആർ ബേസസ് വിച്ച് ആർ കംപ്ലീറ്റ്ലി സൊല്യൂബിൾ ഇൻ വാട്ടർ. എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ സൊല്യൂബിൾ ആകുന്ന ബേസിന് നമ്മൾ പറയുന്ന കോമൺ നെയിമാണ് ആൽക്കലി. എല്ലാ ബേസസും വെള്ളത്തിൽ സൊല്യൂബിൾ ആവില്ല. വെള്ളത്തിൽ സൊല്യൂബിൾ ആകുന്ന ബേസിന് എക്സാമ്പിൾസ് ആണ് NaOH, KOH, CaOH ട്വൈസ്. അപ്പോൾ അങ്ങനെയുള്ള ബേസിന് നമ്മൾ പറയുന്ന കോമൺ നെയിമാണ് ആൽക്കലി. ചില ബേസസ് ഒന്നും ഉണ്ടാവില്ല, വെള്ളത്തിൽ ഡിസോൾവ് ആകൂല. ഫോർ എക്സാമ്പിൾ ZnOH ട്വൈസ്, സിങ്ക് ഹൈഡ്രോക്സൈഡ്, FeOH ത്രൈസ്. ഇങ്ങനെയുള്ള ചില ഹൈഡ്രോക്സൈഡുകളൊന്നും വെള്ളത്തിൽ ഡിസോൾവ് ആകൂല. അപ്പോൾ ഇവർ ആൽക്കലി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരില്ല. പക്ഷേ NaOH, KOH, CaOH ട്വൈസ് ഒക്കെ ആൽക്കലി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരും. കാരണം ദ കംപ്ലീറ്റ്ലി ഡിസോൾവ് ഇൻ വാട്ടർ. അവർ വെള്ളത്തിൽ കംപ്ലീറ്റ് ആയിട്ടും സൊല്യൂബിൾ ആണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റി 2.9 നമുക്ക് നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കാം. ഓക്കെ, ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ 1 gram NaCl ആഡ് ചെയ്യുന്നു. അതിനുശേഷം വി ആർ ആഡിങ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, നമ്മൾ H2SO4 ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ടെസ്റ്റ് ട്യൂബ് ഒബ്സർവ് ചെയ്യാം. നമുക്ക് ബബിൾസ് വരുന്നത് കാണാൻ പറ്റും. ബബിൾസ് വരിക എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസ് ഫോം ചെയ്തിട്ടുണ്ട്. ഗ്യാസ് ഫോം ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ട്. എന്താ കെമിക്കൽ റിയാക്ഷൻ? നോക്കി, NaCl ഈസ് ട്രീറ്റഡ് വിത്ത് ആരെ നമ്മൾ ആഡ് ചെയ്തത്? H2SO4, റൈറ്റ്? ആ സമയത്ത് ബബിൾസ് ഫോം ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ട്. നോക്കി, ഇവിടെ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് നടക്കുന്നത്. നിങ്ങൾക്കറിയാലേ എന്താ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? Naയും SO4ഉമായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? Na2SO4. ഹൈഡ്രജനും ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്താൽ യു വിൽ ഗെറ്റ് HCl. ഇതാണ് ആ ബബിൾ. ഗ്യാസ് ആയിട്ട് വരുന്ന ആളാണ് ഈ HCl. ഓക്കെ, ഇനി നമ്മൾ ഈ പുറത്തേക്ക് വരുന്ന ബബിൾസിന്റെ അസിഡിക് പ്രോപ്പർട്ടി, ആ ഗ്യാസിന്റെ അസിഡിക് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ യൂസിങ് എ ഡ്രൈ ലിറ്റ്മസ് പേപ്പർ ആൻഡ് എ വെറ്റ് ലിറ്റ്മസ് പേപ്പർ. രണ്ടും ബ്ലൂ കളറാണ്. ഓക്കെ, നമ്മൾ ഡ്രൈ ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യുന്നു, വെറ്റ് ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യുന്നു. ഓക്കെ, രണ്ടും ബ്ലൂ കളറാണ്. ഓക്കെ, ഇനി നമ്മൾ കളർ ചേഞ്ച് ഒബ്സർവ് ചെയ്യാണ്. പക്ഷെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും വെറ്റ് ലിറ്റ്മസ് പേപ്പറിന്റെ കളർ മാത്രം ബ്ലൂവിൽ നിന്ന് റെഡായി മാറിയിട്ടുണ്ടാവും. ഡ്രൈ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിന് നോ കളർ ചേഞ്ച്. ഓക്കെ, എന്ന് പറഞ്ഞാൽ വെറ്റ് ലിറ്റ്മസ് പേപ്പറിൽ എന്തുണ്ട്? വെള്ളമുണ്ട് അല്ലേ? H2O പ്രസൻസ് ഉണ്ട്. അപ്പോൾ H2O പ്രസൻസിൽ മാത്രമേ HCl എന്ത് കാണിക്കുന്നുള്ളൂ? അതിന്റെ അസിഡിക് പ്രോപ്പർട്ടി കാണിക്കുന്നുള്ളൂ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. HCl, ഈ HCl ബബിൾസ്, അതായത് HCl ഗ്യാസ് മുകളിലേക്ക് വരുന്നു ആൻഡ് ഇറ്റ് ഈസ് ഇന്ററാക്ടിങ് വിത്ത് വാട്ടർ. ആ സമയത്ത് എവിടെയുള്ള വാട്ടർ? നമ്മുടെ ലിറ്റ്മസ് പേപ്പറിലുള്ള വാട്ടർ. കാരണം അത് മോയ്സ്റ്റ് ലിറ്റ്മസ് പേപ്പർ ആണല്ലോ. അപ്പം അതിൽ മാത്രം നമുക്ക് ഒരു കളർ ചേഞ്ച് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ അവിടെ അസിഡിക് പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷേ ഡ്രൈ ലിറ്റ്മസ് പേപ്പറിൽ വാട്ടറിന്റെ പ്രസൻസ് ഇല്ല. HCl ഡ്രൈ ലിറ്റ്മസ് പേപ്പറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് കളർ ചേഞ്ച് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സമയത്ത് HClന് അതിന്റെ അസിഡിക് പ്രോപ്പർട്ടി കാണിക്കാൻ പറ്റുന്നില്ല. സോ ഡ്രൈ HCl ഗ്യാസിന് അസിഡിക് പ്രോപ്പർട്ടി ഇല്ല. പക്ഷെ HCl സൊല്യൂഷൻ എന്ന് വെച്ചാൽ HCl കമ്പൈനിങ് വിത്ത് വാട്ടർ, ആ സമയത്ത് അതിന് അസിഡിക് പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, അതാണ് അതിന്റെ കൺക്ലൂഷൻ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? HCl അസിഡിക് പ്രോപ്പർട്ടി കാണിക്കുന്നത് H2Oയുടെ പ്രസൻസിൽ മാത്രമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ കെമിസ്ട്രി ഒന്ന് നോക്കാം. HCl വാട്ടറിന്റെ പ്രസൻസിൽ എന്ത് സംഭവിക്കും? ഇറ്റ് ഡിസോസിയേറ്റ് ഇൻടു ഇറ്റ്സ് അയോൺ. HCl എന്ന് പറഞ്ഞാൽ H+ ആൻഡ് Cl- ആയി മാറും. ആരുടെ പ്രസൻസിൽ? വാട്ടറിന്റെ പ്രസൻസിൽ. ഈ H+ വെള്ളവുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇറ്റ് ബിക്കം H3O+. ബാക്കി ആരുള്ളത്? +Cl-. ഓക്കെ, അപ്പം നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കുക, ഒരു ആസിഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, എന്ത് ഫോം ചെയ്യും? H3O+ എന്ന് വെച്ചാൽ ഹൈഡ്രോണിയം അയോൺ ഫോം ചെയ്യും. അത് പ്രത്യേകം ഓർത്തു വെക്കുക. H3O+ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോണിയം അയോൺ ആണ്. ഓക്കെ, നോക്കുക, വാട്ടറിന്റെ പ്രസൻസിൽ മാത്രമാണ് H+ ഫേർണിഷ് ചെയ്യുന്നത് അല്ലേ? ആസിഡിൽ നിന്ന്
H+ ഉണ്ടാവുന്നത്. ഈ H+ ആണ് ആസിഡിന്റെ അസിഡിക് പ്രോപ്പർട്ടിക്ക് കാരണം. അതുകൊണ്ടാണ് വാട്ടറിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ ഡ്രൈ HCl ഗ്യാസിന് അസിഡിക് പ്രോപ്പർട്ടി കാണിക്കാൻ പറ്റാത്തത്. ആ സമയത്ത് HCl എന്ത് ഫർണിഷ് ചെയ്യാൻ പറ്റുന്നില്ല, H+ ഫർണിഷ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതിന്റെ അസിഡിക് പ്രോപ്പർട്ടീസ് കാണിക്കാൻ പറ്റുന്നില്ല. വെള്ളവുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് H+ ഉണ്ടാവും. അപ്പോൾ H+ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അസിഡിക് പ്രോപ്പർട്ടീസ് കാണിക്കാൻ പറ്റും. ഓക്കെ, ഈ പോയിന്റ് പ്രത്യേകം ഓർത്തു വെക്കുക. ആസിഡ് കമ്പൈൻ വിത്ത് വാട്ടർ ടു ഗീവ് ഹൈഡ്രോണിയം അയോൺ എന്ന് വെച്ചാൽ ആസിഡിലുള്ള H+ കമ്പൈൻ വിത്ത് H2O ടു ഗീവ് H3O+. ഓക്കെ, ഈ റിയാക്ഷൻ പ്രത്യേകം നിങ്ങൾ ഓർത്തു വെക്കണം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ബേസ് ഡിസോൾവ് ഇൻ വാട്ടർ. ഫോർ എക്സാമ്പിൾ നമുക്ക് NaOH എടുക്കാം. നമ്മൾ NaOH വെള്ളത്തിൽ ഡിസോൾവ് ആക്കി എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇറ്റ് ഡിസോസിയേറ്റ് ഇൻ ടു ബേസ് ഡിസോസിയേറ്റ് ഇൻ ടു പോസിറ്റീവ്ലി ചാർജ്ഡ് മെറ്റൽ അയോൺസ് ആൻഡ് ഹൈഡ്രോക്സൈഡ് അയോൺ OH-. ഇപ്പോൾ KOH ആണ് നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇറ്റ് ബിക്കം K+ ആൻഡ് OH-. അതേപോലെ നമ്മൾ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് നമ്മൾ ഡിസോൾവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇറ്റ് ബിക്കം Mg2+ ആൻഡ് 2OH-. നോക്കുക, നമ്മൾ ഹൈഡ്രോക്സൈഡ് മെറ്റൽ ഹൈഡ്രോക്സൈഡിനെ നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ മെറ്റൽ അയോൺസും ഹൈഡ്രോക്സൈഡ് അയോൺസും ഫോം ചെയ്യും. ആസിഡ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ ഹൈഡ്രോണിയം അയോൺസ് ആണ്, ഹൈഡ്രോണിയം H3O+. ഇത് ഹൈഡ്രോക്സൈഡ് അയോൺ ആണ്, ഹൈഡ്രോക്സൈഡ് അയോൺ. അത് രണ്ട് ഡിഫറൻസും മനസ്സിലാക്കുക, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ടിവിറ്റി 2.10. നമ്മൾ 10 ml ഓഫ് വാട്ടർ ഒരു ബീക്കറിൽ എടുക്കുക. അപ്പോൾ നമ്മളൊരു ബീക്കർ എടുത്തു, അതിൽ 10 ml ഓഫ് വാട്ടർ ആഡ് ചെയ്തു. ആഡ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് കോൺസെൻട്രേറ്റഡ് H2SO4. ഇതിലേക്ക് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നു. ഓക്കെ, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നു. ടച്ച് ദ ബേസ് ഓഫ് ദ ബീക്കർ. നമ്മൾ ഈ ബീക്കറിന്റെ ബേസ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ടെമ്പറേച്ചർ സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ മിക്സിംഗ് പ്രോസസ്സ് നടന്ന സമയത്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും എന്നർത്ഥം അല്ലേ? എന്നാൽ മാത്രമല്ലേ ടെമ്പറേച്ചർ റേസ് ചെയ്യൂ. എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ആസിഡ് അതായത് H2SO4 വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത സമയത്ത് ഹീറ്റ് എനർജി റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എൻ എക്സോതെർമിക് റിയാക്ഷൻ, ഒരു എക്സോതെർമിക് പ്രോസസ്സാണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇതേപോലെ നമ്മൾ ഇതേ എക്സ്പെരിമെന്റ് നമ്മൾ ആരുമായിട്ട് ചെയ്യുന്നു? സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യിക്കുന്നു. എന്നിട്ട് ഈ ബീക്കറിന്റെ ബേസ് ടച്ച് ചെയ്ത് നോക്കുന്നു. അപ്പോൾ നമുക്ക് എഗെയിൻ എന്ത് കാണാൻ പറ്റും? ഈ ബീക്കറിന്റെ ബേസിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞ ഒരു ബേസ് ആണ്. അത് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഹീറ്റ് എനർജി റിലീസ് ചെയ്തിട്ടുണ്ട്. അതും എക്സോതെർമിക് ആണ്. സോ ആസിഡും ബേസും വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബോത്ത് ആർ എക്സോതെർമിക് പ്രോസസ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ തൊട്ട് മുൻപ് ചെയ്ത എക്സ്പെരിമെന്റിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈൽ ഡൈല്യൂട്ടിംഗ് an acid, why is it recommended that the acid should be added to water? അതായത് നമുക്ക് ഒരു ആസിഡിനെ ഡൈല്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആസിഡിനെ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യണം, അല്ലാതെ നോട്ട് വാട്ടർ ടു ദി ആസിഡ്. വെള്ളത്തിനെ ആസിഡിലേക്കല്ല ആഡ് ചെയ്യേണ്ടത്. അതെന്തുകൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. The process of dissolving an acid or a base in water is a highly exothermic one. നമുക്കത് ഓൾറെഡി കഴിഞ്ഞ എക്സ്പെരിമെന്റ് മനസ്സിലായിട്ടുണ്ട്. ആസിഡോ ബേസോ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്ന പ്രോസസ്സ് എക്സോതെർമിക് ആണ്, ഒരുപാട് ഹീറ്റ് പുറത്തേക്ക് പോകുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ കെയർ മസ്റ്റ് ബി ടേക്കൺ വൈൽ മിക്സിംഗ് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഓർ സൾഫ്യൂരിക് ആസിഡ് വിത്ത് വാട്ടർ. നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിട്ട് വേണം ഈ മിക്സിംഗ് പ്രോസസ് ചെയ്യാൻ. കാരണം അല്ലാത്ത പക്ഷം ഏതെങ്കിലും കാരണവശാൽ ഈ ഹീറ്റ് ഇത് മിക്സ് ചെയ്യുന്ന ആളുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ ശരീരം പൊള്ളാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അല്ലേ? നോക്കുക, ഈ മിക്സിംഗ് പ്രോസസ്സ് രണ്ട് മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്.
നമുക്ക് ഏതൊക്കെയാ പോസിബിലിറ്റീസ് നോക്കാം. ഒന്നാമത്തെ പോസിബിലിറ്റി ഇതാണ്, വാട്ടർ ഡ്രോപ്പ് ആയിട്ട് ആസിഡിലേക്ക് ആഡ് ചെയ്യാം. രണ്ടാമത്തത് ആസിഡ് ഡ്രോപ്പ് ആയിട്ട് വാട്ടറിലേക്ക് ആഡ് ചെയ്യാം. ഈ രണ്ടാമത്തെ മെത്തേഡാണ് പ്രിഫറബിൾ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ആസിഡ് H2O ആഡ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റിനെ വാട്ടർ അബ്സോർബ് ചെയ്യും. അപ്പം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഹീറ്റ് മെല്ലെ ഇല്ലാതെയായി പോകും. ഓക്കെ. നേരെ മറിച്ച് നമ്മൾ വാട്ടറിനെ ആസിഡിലേക്കാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നോക്കുക, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റിനെ തണുപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിനകത്തില്ല. അപ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് ഉപയോഗിച്ച് ഈ സൊല്യൂഷൻ പെട്ടെന്ന് വേപ്പർ ഫോമിലേക്ക് മാറും. സോ ഇത് സ്പ്ലാഷ് ആയിട്ട്, അതായത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന പോലെ പുറത്തേക്ക് തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മിക്സിംഗ് ചെയ്യുന്ന സ്റ്റുഡൻറ്റോ സയൻറ്റിസ്റ്റോ ആരാണോ അവരെ ശരീരത്തിൽ ഇത് പോയി കൊള്ളും. സോ അവർക്ക് ബേണിംഗ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഈ മെത്തേഡ് അത്ര പ്രിഫറബിൾ അല്ല. അത് കൂടാതെ മറ്റൊരു അപകടത്തിനുള്ള സാധ്യത കൂടെ ഉണ്ട്. ഈ ഹീറ്റ് കാരണം ഈ ബീക്കറിന്റെ ഗ്ലാസ് കണ്ടെയ്നറിലെ അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സെക്കൻഡ് മെത്തേഡാണ് ഓൾവേസ് പ്രിഫറബിൾ. അത് ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡു HCl, HNO3 etc. show acidic property in aqueous solution while solution of compounds like alcohol and glucose do not show acidic character? നോക്കുക, നമ്മളിപ്പോൾ HCl എടുക്കുക, അത് നമ്മൾ വെള്ളവുമായിട്ട് മിക്സ് ചെയ്യുന്നു. HCl എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വെള്ളത്തിന്റെ പ്രസൻസിൽ എന്തായി മാറും? H+, റൈറ്റ്, ആൻഡ് Cl-. ഈ H+ വെള്ളവുമായിട്ട് കമ്പൈൻ ചെയ്യും അല്ലേ? എന്നിട്ട് എന്ത് ഫോം ചെയ്യും? H3O+ ഫോം ചെയ്യും, പ്ലസ് Cl-. അപ്പം HCl വെള്ളത്തിന്റെ പ്രസൻസിൽ എന്ത് ഫോം ചെയ്തു? H+ ഫോം ചെയ്തു, പിന്നെ H3O+ ഫോം ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി HNO3 ആണെങ്കിലോ, HNO3 ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ, HNO3 എന്തായി മാറും? H+ ആവും, NO3- ആവും, റൈറ്റ്. ഈ H+ H2 ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് H3O+ ആവും, റൈറ്റ്. ബാക്കി എന്താ ഉള്ളത്? NO3-. അപ്പൊ ചുരുക്കത്തിൽ വെള്ളത്തിന്റെ പ്രസൻസിൽ ഈ രണ്ട് ആസിഡുകളും H+ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ അത് കാരണം H3O+ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് അസിഡിക് ക്യാരക്ടർ ഉള്ളത്. നമുക്ക് ഓൾറെഡി അറിയാം, ആരാണോ വാട്ടറിന്റെ പ്രസൻസിൽ H+ ഫേർണിഷ് ചെയ്യുന്നത് അവർക്കാണ് അസിഡിക് ക്യാരക്ടർ ഉണ്ടാവുക. HCl and HNO3 dissociate in the presence of water to form hydrogen or hydronium ion. ഇനി നമ്മൾ ഗ്ലൂക്കോസിന്റെയും ആൽക്കഹോളിന്റെ ഒക്കെ കേസ് എടുക്കുകയാണെങ്കിൽ അതിൽ ആൽക്കഹോൾ ആയാലും ശരി ഗ്ലൂക്കോസ് ആയാലും ശരി അതിനകത്ത് ഹൈഡ്രജൻ ഈസ് ദർ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ആൽക്കഹോളിന്റെ ഒരു എക്സാമ്പിൾ ആണെന്ത്? C2H5OH. ഇതിൽ ആവശ്യത്തിലധികം ഹൈഡ്രജൻ ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം? ഇതിനകത്ത് വെള്ളവുമായിട്ട് ഇവർ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് H+ ഡിസോസിയേറ്റ് ചെയ്യില്ല, അതായത് C2H5OH. ഇവർ നമ്മൾ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ H+ എന്ത് ചെയ്യില്ല? ഡിസോസിയേറ്റ് ചെയ്യില്ല. H+ ഡിസോസിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് അസിഡിക് ക്യാരക്ടർ ഉണ്ടാവില്ല. ഓൾദോ എക്വസ് സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ആൽക്കഹോൾ കണ്ടെയ്ൻ ഹൈഡ്രജൻ ഈസ് ദ റൈറ്റ്, ഇനഫ് ഹൈഡ്രജൻ ഉണ്ട്. ദിസ് cannot dissociate in water to form hydrogen or hydronium ion. ഹൈഡ്രജൻ അയോണോ ഹൈഡ്രോണിയം അയോണോ ഫർണിഷ് ചെയ്യാൻ ഗ്ലൂക്കോസിനും ആൽക്കഹോളിനും പറ്റൂല. അതുകൊണ്ടാണ് അവർക്ക് അസിഡിക് ക്യാരക്ടർ ഇല്ലാതായി പോയത്. ഓക്കെ. അപ്പം നമ്മൾ 4th സെഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി 5th സെഷനിൽ നമ്മൾ pH-ഉം 6th സെഷനിൽ നമ്മൾ സോൾട്ടിനെ കുറിച്ചും പഠിക്കും.